ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഡു ദേ മിസ് യു ആസ് യു ഡു എന്നുള്ളതാണ്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളെപ്പോലെ തന്നെ നിങ്ങൾക്ക് അവരെ എന്ന പോലെ തന്നെ അവർക്ക് നിങ്ങളെയും മിസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. ഈ വീഡിയോ നിങ്ങൾ എപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് ഇപ്പോൾ എത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. ഹൗ ഡീപ്ലി ദേ ആർ മിസ്സിങ് യു. എത്രമാത്രമാണ് ഈ വ്യക്തിക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നത്. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങളെ എത്രമാത്രം മിസ് ചെയ്യുന്നുണ്ട്. ഹൗ ഡീപ്ലി ദേ ആർ മിസ്സിങ് യു റൈറ്റ് നൗ. ഓക്കെ, യെസ്, നമുക്ക് ഒരു ഡിസൈഡ് കാർഡാണ് വന്നിട്ടുള്ളത്. അതായത് ഒരു തേർഡ് പാർട്ടി എനർജിയുടെ പ്രസൻസ് കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രസൻസ് കൊണ്ട് ഇപ്പോൾ നിങ്ങളും ആ വ്യക്തിയുമായിട്ട് എന്തോ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, കോൺഫ്ലിക്ട്സ് നടന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ വരെ എത്തിപ്പോയിട്ടുണ്ടാവാം. ഓക്കെ, ആൻഡ് യെസ്, ശരിക്കും ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി. ആൻഡ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു ഡിസ്റ്റൻസിൽ പോയിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും അകൽച്ചയിലാണ്. ആ ഒരു സമയത്ത് അവർക്കൊരു അവയർനെസ് ഉണ്ടാവുകയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട്. അതായത് അവർക്ക് എല്ലാം അവസാനിപ്പിക്കുന്നു, അവർ തിരിച്ചു പോകുന്നു, ഒരിക്കലും നിങ്ങളിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ മനസ്സിൽ എന്തൊക്കെയോ ഡിസിഷൻസ് എടുക്കുന്നു. പക്ഷെ ആ ഒരു നിമിഷം മുതലേ അവരുടെ മനസ്സിൽ ആ ഒരു വേരിയേഷൻസ് വരാണ്. കാരണം ഇനി നിങ്ങളെ തിരിച്ച് കിട്ടിയില്ലെങ്കിൽ അവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ അവർ ഫ്യൂച്ചറിലേക്ക് കുറേയധികം ചിന്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരിക്കും അവർക്ക് അതിന് കഴിയുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ദാറ്റ് മീൻസ് ഷുവർലി ഈ വ്യക്തിക്ക് നിങ്ങളെ ഇപ്പോൾ മിസ് ചെയ്യുന്നുണ്ട്. ആൻഡ് യെസ്, ഡെഫിനറ്റ്ലി ആ ഒരു യെസ് ആണ് നമുക്ക് യൂണിവേഴ്സ് തന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല, നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെയല്ല. നിങ്ങളുടെ ലൈഫിൽ വളരെയധികം മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത്. അതും ഒരുപാട് ഫലങ്ങൾ, നിങ്ങൾ ആഗ്രഹിച്ച ഒരുപാട് കാര്യങ്ങൾ ഫലവത്താകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് അവിടെ ഒരു റിജുവനേഷൻ കാണിക്കുന്നുണ്ട്. അതായത് സാഹചര്യങ്ങളോട് ഫൈറ്റ് ചെയ്യാൻ, ചില സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനൊക്കെയും ഈ വ്യക്തി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് നാളായിട്ട് ചിലപ്പോൾ നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ പല ആക്ഷൻസ് എടുക്കേണ്ട സമയത്ത്, പല ഡിസിഷൻസ് എടുക്കേണ്ട സമയത്ത് ഈ വ്യക്തി സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ടുണ്ടാവും. ഇത് നിങ്ങൾ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ആ വ്യക്തി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോവാണ്. അതായത് അവർ ചില സാഹചര്യങ്ങളോട്, ഇതുവരെ പ്രതികരിക്കാത്ത ചില സാഹചര്യങ്ങളോട് പ്രതികരിക്കുന്നുണ്ട്, ചിലരോട് എതിർത്ത് സംസാരിക്കുന്നുണ്ട്, ചില സാഹചര്യങ്ങളെ അതിജീവിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കാണുന്നത്. അതിൻ്റെയൊക്കെ കാരണമായിട്ട് കാണുന്നത് നിങ്ങളുടെ ആബ്സെൻസ് ആണ് അവരുടെ ലൈഫിലുള്ള. ഓക്കെ, അവർക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവുകയാണ്. അതായത് അവർക്ക് എന്തോ ഒരു എനർജി അവർ ഏൺ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതായിട്ടാണ്. അതായത് ഇത് യൂണിവേഴ്സൽ സപ്പോർട്ടായി ഉള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികമായിട്ടുള്ള അനുകൂലമായിട്ടുള്ള എനർജീസ് ഈ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഇപ്പോൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക ഈ പേഴ്സണ് വേണ്ടിയിട്ട്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ലെയർ എന്താണെന്ന് നോക്കാം. യെസ്, അവർ എന്തൊക്കെയോ ചില ആൾക്കാരുമായിട്ട് ചില കോൺട്രാക്റ്റ് ഉണ്ട്. അതായത് അവരുടെ ബന്ധം ഇല്ലാണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ ചില ഫാമിലിയുമായിട്ട് ഉള്ള അറ്റാച്ച്മെൻറ്റ് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ ചില സാഹചര്യങ്ങളിൽ അവർ ബ്ലൈൻഡ് ആയിട്ടുള്ള തീരുമാനങ്ങളാണ് എടുത്തിരിക്കുന്നത്. അതായത് ആ ഒരു സാഹചര്യങ്ങളെ നോക്കി കാണാതെ അവർ ചില പെട്ടെന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അവർ പറയുന്നത് അവരുടെ ആ ഒരു സമയത്തെ തെറ്റായിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരുന്നു എന്നുള്ളതാണ്. ശരിക്കും ഇപ്പോൾ അവർ നിൽക്കുന്ന സാഹചര്യമാണ് അവർക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ളത്. കാരണം ഇപ്പോൾ അവരുടെ ലൈഫിൽ നിങ്ങളില്ല.
നിങ്ങളുടെ ആ ഒരു മിസ്സിങ് എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ തന്നെ ഒരു ഭാഗം നഷ്ടപ്പെട്ട പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ്. അവരെപ്പോഴും ചിന്തിക്കുന്നത് ആ പ്രഷ്യസ് ആയിട്ടുള്ള ടൈമിനെ കുറിച്ചാണ്. അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് എല്ലാം അവർ നേടിയെടുത്തൊരു സന്തോഷമാണ്. ഇപ്പോൾ നിങ്ങൾ അവരിൽ നിന്നും ഇത്രയും ഡിസ്റ്റൻസിലാണ്. കാരണം അവർക്ക് നിങ്ങളെ നേരിട്ട് കാണാൻ കഴിയുന്നില്ല, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത്തരത്തിലുള്ള ഒരു ഡിസ്റ്റൻസിലാണ് അവർ പോയത്. അവരുടെ ജീവിതം തന്നെ മാറിപ്പോയതാണ്. നിങ്ങളുടെ ആ ഒരു റിയൽ പ്രഷ്യസ്നെസ് ഇപ്പോഴാണ് അവർ ശരിക്കും മനസ്സിലാക്കുന്നത്. അതിനെക്കുറിച്ച് ഓർത്താണ് അവർ ഓരോ നിമിഷവും കഴിഞ്ഞു പോകുന്നത്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ചിന്തിച്ചത് തന്നെ ഈ വ്യക്തിയുടെ മിസ് ഫീലിങ്സ് എത്ര ആണ് എന്നുള്ളതാണ്. അത് തന്നെയാണ് നമുക്ക് ആ എനർജീസ് തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നേരിട്ട് നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റൊരാളിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമങ്ങളിലാണ്. ഒരുപാട് ഇൻറ്റ്യൂഷൻസ് ഈ ഒരു സമയത്ത് നിങ്ങൾക്കും നിങ്ങളുടെ പേഴ്സണും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ചില സ്വപ്നങ്ങൾ, വ്യത്യസ്തമായ രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണാനിടയുണ്ട്. നിങ്ങൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത പല കാര്യങ്ങളും സ്വപ്നങ്ങളിലൂടെ നിങ്ങൾ അറിയാനിടയാവുന്നുണ്ട്. ഓക്കെ, ശക്തമായിട്ടുള്ള എനർജിയിലൂടെ ആർക്കേഞ്ചൽ മിഖായലാണ് നമുക്ക് വന്നിരിക്കുന്നത്. വളരെ ശക്തമായിട്ട് തന്നെ ഈ വ്യക്തി ആ ഒരു രീതിയിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നുള്ളത് നമുക്കിവിടെ ക്ലാരിഫൈഡ് ആവുന്നുണ്ട്. ആൻഡ് അവരുടെ ജീവിതത്തിൽ പല രീതിയിലുള്ള ഇൻസെക്യൂരിറ്റീസ് ഉണ്ട്. അതിൻ്റെ കാരണം തന്നെ ഈ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു സമയത്ത് കൂടുതലും സൈലൻ്റ് ആയിട്ടുള്ള ഒരു ആക്ഷനിലൂടെ പോകുന്നുണ്ട്. യാതൊരു വിധത്തിലും ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും നിങ്ങൾ ശ്രമിക്കുന്നില്ല. നിങ്ങളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് അവരിൽ ഇത്രയും മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്. സോ നിങ്ങൾ ഈ ഒരു രീതിയിൽ തന്നെ പേഷ്യൻസ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് മാറ്റങ്ങളാണ് കടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.